നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളെ സ്നേഹിക്കുന്ന ആ ആളുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് റീഡിംഗിലേക്ക് പോവാം. ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇനി വരുമോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാർഡ് മാത്രമേ നിങ്ങൾ കാണണമെന്ന് ഉള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു കാർഡ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തതിന്റെ കാര്യം, ഈ കാര്യങ്ങൾ നടക്കാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു വാഗ്വാദത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തുടക്കമിട്ടാൽ അതൊന്നും സക്സസ്ഫുൾ ആകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തുടക്കമിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ തൽക്കാലത്തേക്ക് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. സക്സസ്ഫുൾ ആകില്ല എന്നാണ് പറയുന്നത്. അതുപോലെ നല്ലൊരു തുടക്കവും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ സ്നേഹം ആത്മാർത്ഥമാണോ, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. പേജ് ഓഫ് വോൺസ്, ഇത് പുതിയൊരു റിലേഷൻഷിപ്പ് ആണോ, പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബന്ധമാണോ? പേജ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ഇത് വളരെ പ്ലാനിങ് ഒന്നും കൂടാതെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഭയങ്കര അഗാധമായ ഫീലിങ്സ്, പക്ഷെ ഇതിന്റെ ഭാവി എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഭാവി എന്താണെന്നൊന്നും അറിയില്ല. എനിക്കിപ്പോ ഇഷ്ടമാണ്, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്. അപ്പൊ നിങ്ങൾ ഭാവി ഒന്നും പ്ലാൻ ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിൽ കയറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ റിലേഷൻഷിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ സക്സസ്ഫുൾ ആവും, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് വോൺസ് വന്നത്. ഓം നമഃ ശിവായ. ചിലപ്പോ ഇതൊക്കെ നിങ്ങൾ കാണേണ്ട കാർഡ്സ് ആയിരിക്കാം. എന്തായാലും എടുക്കുകയാണ്. കുറച്ചൊരു സ്ട്രാറ്റജിക് ആയിട്ടാണ് ഒരാൾ മൂവ് ചെയ്യുന്നത്. ഇവിടെ കള്ളത്തരം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കുറച്ചൊരു സ്ട്രാറ്റജിക് ആണ്. വെച്ചാൽ മുഴുവൻ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പകുതി കയ്യിൽ പിടിച്ചിട്ട് പകുതി ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിലാണോ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിലാണ്, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പിലല്ല എന്നൊരിത്. ഈ വ്യക്തി നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ചിലർ അങ്ങനെയാണ് ലോങ് ടേം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു റിലേഷൻഷിപ്പിൽ വന്ന് കയറുന്നവര് അവര് വലിയ ഫ്യൂച്ചർ പ്ലാൻ ഒന്നും ഇല്ലാത്ത ആളുകളാണെന്ന് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കും. വന്ന് കയറിയിരിക്കുന്ന വ്യക്തിയുടെ എനർജി അങ്ങനെയല്ല. ഇവരെ കുറിച്ച് ഒന്നും നിങ്ങളോട് പറയുന്നുമില്ല. കാരണം ഇവർക്ക് ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ എന്ന്. ഇവര് ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോഴും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിന്റെ മൂഡിലല്ല ചെന്ന് കയറുന്നത്. മനസ്സിലായോ? ഇവര് അത്ര സ്നേഹം തോന്നിയാലും ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നിട്ട് അത് പഠിച്ച് ഫ്യൂച്ചറില് ഇത് എല്ലാം ഇവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇന്ന് സ്നേഹിച്ചു, നാളെ കല്യാണം കഴിച്ചു, പിറ്റേ ദിവസം ഉപേക്ഷിക്കാനുള്ളതല്ല അവർക്ക്. അങ്ങനത്തെ ഒരു എനർജി വേസ്റ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവർക്ക് കുറെ റിഗ്രറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നവരാണ്. പാസ്റ്റിലെ എക്സ്പീരിയൻസ് വളരെ കഠിനമായ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ അവര് കുറച്ചൊന്ന് കെയർഫുൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ സിക്സ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഓൺ. ഈ റിലേഷൻഷിപ്പ്
പ്രശ്നമാവുകയാണെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ മടിയുണ്ടാവില്ല. കാരണം ഇവർക്ക് റിലേഷൻഷിപ്പ് പുത്തരിയല്ല. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കറിയാം ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നമാകുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് ഇവർക്ക് അറിയാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഫ്യൂച്ചർ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയെ കാണിച്ചു. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞ് നിങ്ങളെ സ്കോർപിയോ ഇവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളെ ഇട്ടെറിഞ്ഞു പോകും എന്നല്ല പറഞ്ഞത്. ഇവര് നിങ്ങളോട് തൽക്കാലത്തേക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും തരില്ല. അപ്പോ നിങ്ങൾ ധൃതി പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിക്കണം അങ്ങനത്തെ പ്ലാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇത് കുറച്ച് സമയം എടുക്കും. കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ്. പക്ഷെ ഇവിടെ പാഷൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തമ്മില് ഈ റിലേഷൻഷിപ്പിൽ ഓൾറെഡി പ്രശ്നമായിട്ട് ചിലര് നമ്മളെ പുഷ് ചെയ്താൽ അനങ്ങാത്തവരാണ്. ചിലരെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കും. ഇവര് എത്ര പുഷ് ചെയ്താലും ഇവര് തീരുമാനിക്കാതെ ഇവരൊരു ആക്ഷനും എടുക്കില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുപ്പിക്കാൻ വേണ്ടി. വീട്ടിൽ വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കമ്മിറ്റ്മെന്റ് തരണം, എന്നിട്ട് വേണം എന്റെ വീട്ടിൽ സംസാരിക്കാൻ എന്നൊക്കെയുള്ള ഒരു ഡയലോഗ് നിങ്ങൾ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വ്യക്തി ഒന്നിനും അടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നത്. ഇവിടെ ഓൾറെഡി ഒരു ഹാർട്ട് ബ്രേക്ക് വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. കാരണം നിങ്ങൾക്കൊരു സംശയം, ഈ വ്യക്തി കാര്യമായിട്ടാണോ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്, വെറുതെ തമാശക്കാണോ? തമാശക്കല്ല, പക്ഷെ എന്നാല് റിലേഷൻഷിപ്പ് പോയാലും റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകില്ലെന്ന് അറിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ മടിയില്ലാത്ത ഒരാളാണ് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ. അപ്പൊ ജീവിതത്തിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഇവരെ പുഷ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നത് ഓൾറെഡി നിങ്ങൾ അനുഭവിച്ചു. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. പക്ഷെ ഒരു കണക്കിന് അതിനകത്തുനിന്ന് പോന്നിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോ നിങ്ങൾ തമ്മിൽ സംസാരം പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി ചിലപ്പോൾ ഔട്ട്റൈറ്റ് ആയിട്ട് വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും, എനിക്കിപ്പോ തൽക്കാലം കല്യാണം കഴിക്കാൻ പറ്റില്ല, കമ്മിറ്റ്മെന്റ് തരാൻ പറ്റില്ല. അത് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ആയി. പക്ഷെ എന്നാലും റിലേഷൻഷിപ്പ് കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ എന്നാലും പണ്ടത്തെ ആ ഒരു പാഷൻ ഒന്നും ഇപ്പൊ കാണുന്നില്ല. ഒരു തണുത്ത മട്ട് എന്നാണ് പറയുന്നത്. അപ്പോ അവരുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകും. കാരണം ഇവിടെ നമ്മൾക്ക് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെ ക്ഷമയുള്ള ഒരു ഉദ്ദേശം വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ഉദ്ദേശത്തിന്റെ അവസാനം കാണുന്ന ഒരു വ്യക്തിയാണ്. ഇട്ടെറിഞ്ഞ് പോണ ടൈപ്പല്ല. എന്ന് വെച്ചാൽ നിങ്ങളെ ഈ വ്യക്തിക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ എന്തായാലും വിവാഹം കഴിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. പക്ഷെ എത്ര വർഷം എടുക്കും അല്ലെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് നമുക്ക് അറിയില്ല. അപ്പോ നിങ്ങൾ ഈ വ്യക്തി തരുന്ന ആ ഒരു സ്നേഹത്തിലും ആ ഒരു സമയത്തിലും ഹാപ്പിയാണ്. നിങ്ങൾ ക്ഷമയുള്ള അതാണ് ഇവിടെ ഡിലേസ് എന്ന് പറഞ്ഞത്. ഡിലേ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തി തരുന്ന കാര്യങ്ങളിൽ സംതൃപ്തരാണ്. നിങ്ങൾക്ക് ക്ഷമയുള്ള ആളാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പ് കയറുമ്പോൾ ഇന്നാളെ കല്യാണം കഴിക്കണം. നമ്മളുടെ ഫുൾ കംപ്ലീറ്റ് ലൈഫ് ഈ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ വ്യക്തി വിളിച്ചില്ലെങ്കിൽ സങ്കടം, ഈ വ്യക്തി മെസ്സേജ് ചെയ്തില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ഏത് നേരം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് വ്യക്തി മെസ്സേജ് പിന്നെ അയക്കും, അല്ലെങ്കിൽ ഫോൺ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് കോൺഫിഡന്റ് ആവുക, നമ്മൾ സ്ട്രോങ് ആവുക, നമ്മൾ നല്ലൊരു എനർജി ആണ്. അപ്പൊ ഈ വ്യക്തിക്ക് നമ്മളെ കിട്ടണമെങ്കിൽ ഈ വ്യക്തി വർക്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നിട്ട് എന്താ കാര്യം? അപ്പോഴേ ഈ വ്യക്തി നിങ്ങളെ റെസ്പെക്ട് ചെയ്യുള്ളൂ. അപ്പൊ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ആക്ഷൻ ഒന്നും എടുക്കണ്ട. ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സംസാരിക്കുക. അല്ലാതെ ഇവരുടെ പുറകെ നടന്ന് ഇവരുടെ സ്നേഹം സമയം പിടിച്ചു പറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ കാര്യം കിട്ടുന്ന കാര്യത്തിൽ ഹാപ്പി ആവുക. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആവുക എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഈ വ്യക്തിയോട് പറയാം, എനിക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ അതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പറയും. മനസ്സിലായോ? അപ്പോ അതല്ല, നിങ്ങൾ അങ്ങനെ ഒരു ആലോചനയില്ല, നിങ്ങൾ ഷുവർ ആണ് ഈ വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ഒരു കാര്യം നമ്മൾ കാണുമ്പോ, ഇപ്പൊ നമ്മൾ ഒരു സാധനം കണ്ടു, ഒരു ഡ്രസ്സ് കണ്ടു, നമ്മൾ ഒരു ചോയ്സ് വെച്ചിരിക്കുക, ഈ ഡ്രസ്സ് വേണോ ഈ ഡ്രസ്സ് വേണോ. അപ്പോ നമ്മൾക്ക് ഇത് പോയാലും ഇത് കിട്ടും എന്നടുത്ത് ഒരു ചിന്ത വരും. അത് പാടില്ല.
ഇത് തന്നെ എനിക്ക് വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് മനസ്സിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് ഇത് തന്നെ വേണം. അപ്പൊ പിന്നെ നമ്മൾ വേറൊരു കാര്യത്തിനും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരുടെ മനസ്സിൽ നാളെ ഈ വ്യക്തി വിവാഹം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അകന്നു പോയാൽ എന്ത് ചെയ്യും എന്റെ ജീവിതം എന്നൊരു ടെൻഷനാണ് നമുക്ക് മുന്നിൽ വരിക. അപ്പൊ അത്രയും സ്ട്രോങ് ആയ ആളുകൾ മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ സക്സസ്ഫുൾ ആകുള്ളൂ. വെച്ചാല് എനിക്ക് ഇത് തന്നെ വേണം, ഞാൻ ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ എന്റെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോ എന്റെ എഡ്യൂക്കേഷൻ, എന്റെ ജോലിയിലെ ഉയർച്ച, എനിക്ക് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വീട് വെക്കുക, അതിനുള്ള കാര്യങ്ങളുടെ പുറകെ പോവുക, എന്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ റെസ്പെക്ട് നമുക്ക് കിട്ടും. കാരണം നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, മനസ്സിലായി? അല്ലാതെ ഈ വ്യക്തിയുടെ കല്യാണം കഴിച്ച് ഈ വ്യക്തി ഉണ്ടാക്കുന്ന വീട്ടിൽ താമസിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വ്യക്തി ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ വ്യക്തി നല്ല പ്ലാനിങ്ങിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്, കളിയാക്കാൻ വേണ്ടിയിട്ടോ തമാശയ്ക്കോ അല്ല. നിങ്ങളോടുള്ള ഫീലിങ്സ് ചോദിക്കുമ്പോൾ ഈ വ്യക്തി 7 ഓഫ് സ്വർഡ്സ് റിവേഴ്സ് ആണ്. ഈ വ്യക്തി നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്നില്ല, നിങ്ങളോട് ഇവിടെ നിൽക്കണമെന്ന് ഈ വ്യക്തി വാശി പിടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങളുടെ ഡിസിഷൻ ആണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുമോ? കാരണം എടുത്തോ പിടിച്ചോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്റെ സ്വഭാവമല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇപ്പൊ എനിക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാല് അന്ന് ഞാൻ സ്വന്തം കാലിലാണെങ്കിൽ, എനിക്ക് കാര്യങ്ങളുടെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ വിവാഹം കഴിക്കും. ഈ വ്യക്തി പറയുന്നത് എന്റെ പുറകെ വെറുതെ നടന്നിട്ട് കാര്യമില്ല എന്നാണ്. പൊതുവെ അങ്ങനെയുള്ള കുറെ എനർജീസിന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് നമ്മൾ സ്നേഹിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്ര സ്ട്രോങ് ആണെങ്കിലും നമ്മൾ അവരുടെ പുറകെ നടക്കും വാലാട്ടി പോലെ. അവർക്ക് വില ഉണ്ടാവില്ല. നമ്മളുടെ ആ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി കണ്ട് നമ്മൾ സ്വയം പര്യാപ്തരാണെന്ന് കണ്ടിട്ടാണ് ഇവര് നമ്മളുടെ പുറകെ വരുന്നത്. അപ്പൊ സ്നേഹിച്ചു തുടങ്ങുമ്പോ നമ്മളൊരു ചവിട്ടി പോലെ ആയി, ഇവർക്ക് എന്തും നമ്മളോട് പറയാം, എന്തും ചെയ്യാം. റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കും, അനുവദിക്കും എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാല് പിന്നെ അവർക്ക് നമ്മളോട് റെസ്പെക്ട് ഇല്ല. പിന്നെ മിക്കവർക്കും വില കൊടുത്തും, അത്രയും വിലയുള്ള സാധനം, അത്രയും പാടുപെട്ട് കിട്ടുന്ന ഒരു സാധനത്തിനെ നമ്മൾ വില കൊടുക്കാറുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് നമ്മൾ വില കൊടുക്കില്ല. അത് റിലേഷൻഷിപ്പിലും അങ്ങനെയാണ്. ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളെ പൊതുവെ വില കുറച്ചാണ് ആളുകൾ കാണുക. ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഒരു വില നിങ്ങൾ ഉണ്ടാക്കി എടുക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ നമ്മൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവള് സെറ്റിലായി, കല്യാണം കഴിച്ചു, നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ആമ്പിള്ളേര് വിചാരിക്കുന്നത് ഞാൻ മാത്രം എന്തിന് കഷ്ടപ്പെടണം, അവളും കൂടെ ജോലി എടുത്ത് പൈസ കൊണ്ടുവരട്ടെ, അല്ലെ? അതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ജോലിയൊന്നും എടുക്കുന്നില്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്, ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. അപ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന കണ്ടുവച്ചിരിക്കുന്ന ആൾ അടിപൊളിയാണ്, അപ്പൊ കല്യാണ ജീവിതം അടിപൊളിയാവും. നാളെ ഒരിക്കൽ ആ വ്യക്തിക്ക് നിങ്ങളോട് കല്യാണം കഴിക്കണം എന്നില്ല എന്ന് തോന്നി നിങ്ങളുടെ ജീവിതം എവിടെ എത്തും? ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വയം പര്യാപ്തയോ ആവണമെന്നാണ് ഇവിടെ കാണിക്കുന്നത്, കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളെ പിടിച്ചു വെക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. സ്നേഹം ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സ് സ്നേഹം കൊണ്ടുള്ള വിവാഹമല്ല. ഈ ഭാവിയിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം എന്താ പറയാ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും, ഈ വ്യക്തിക്ക് സമാധാനപരമായ ഒരു ജീവിതം, ഈ വ്യക്തി അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ നിങ്ങൾ വളരെ പിടിപ്പോടെ ചെലവാക്കുക, കുട്ടികളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവന്ന്, നിങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും വളർത്തി കൊണ്ടുവരിക. മനസ്സിലായി? ഈ വ്യക്തി വളരെ പ്രത്യേകതയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വ്യക്തി എന്താ പറയാ, അവരുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ അടിയറ വെക്കാനോ നിങ്ങളുടെ ജീവിതം അവരുടെ മുമ്പിൽ അടിയറ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വില വേണം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോ ഇവിടെ നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം ഈ വ്യക്തിയുടെ ചെലവിൽ ജീവിക്കാന്ന് പറഞ്ഞാല് അത്രയും നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കുകയുള്ളൂ. ഇത് നല്ലൊരു പണിയാണ് ഇവിടെ, കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ എത്രയും സ്ട്രോങ് ആണ് മാനസികമായിട്ടും, നിങ്ങളുടെ ചിന്തകൾ എത്രയും സ്ട്രോങ് ആണെന്നനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം പോസിബിൾ ആവുക. ഇവിടെ ആത്മാർത്ഥതയുടെ ചോദ്യമല്ല, ഇവിടെ നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിക്ക് ഗുണം ചെയ്യും എന്ന ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തി.
നിങ്ങൾ തമ്മിൽ ഒരു സക്സസ്ഫുൾ ഫ്യൂച്ചർ പോസിബിൾ ആണോ? അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. നിങ്ങൾ തമ്മിൽ സക്സസ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടോ, പോസിബിൾ ആണോ എന്നല്ല, ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്ന് പറയുന്ന നോ എന്ന് പറയുന്നുണ്ട്. യെസ് കാർഡാണ് റിവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ സക്സസ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഈ വ്യക്തിക്ക് നമ്മൾ സെയിം ലെവലിലായിരിക്കണം, എന്നാലേ റെസ്പെക്ട് കിട്ടുള്ളൂ. മിക്കവർക്കും റെസ്പെക്ട് വേണം എന്നില്ല. എന്തിനാ റെസ്പെക്ട്? പൈസ കിട്ടുന്നുണ്ട്, ഭക്ഷണം വരുന്നുണ്ട്, നല്ല സാരികൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് കിട്ടുന്നുണ്ട്. പിന്നെ റെസ്പെക്ട് ഞാൻ അത് ഉണ്ടാക്കി എടുത്തോളാം എന്നൊരു ചിന്തയിലാണ്. പക്ഷെ അവിടെ റെസ്പെക്ട് കിട്ടില്ല. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം. ഇവരുമായിട്ടുള്ള ഒരു വിവാഹം നടക്കണമെങ്കിൽ നിങ്ങള് അത് പ്രൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് റിവേഴ്സ് വരുമ്പോ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവില്ല. വേൾഡ് കാർഡ് തിരിഞ്ഞ് അപ്രൈറ്റ് വരുമ്പോ ഒരു സൈക്കിള് കംപ്ലീഷൻ, ഈ റിലേഷൻഷിപ്പിൽ ഒരു കംപ്ലീഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇത് തിരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് നിൽക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ കണ്ടത് നിങ്ങൾ മാക്സിമം ഈ സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കാൻ നോക്കുന്നെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പൊ ട്രൈ ചെയ്യേണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഡിലേ ഉണ്ടാവും, സക്സസ്ഫുൾ ആകില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ക്ഷമയോടെ നിങ്ങൾ ഇരുന്നാലേ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഒരു എനർജിയുമായിട്ട് കമ്പാറ്റബിലിറ്റി ആണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണ് റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ടത്? വെറും പൈസയും കുറച്ച് വസ്ത്രങ്ങളും കുറച്ച് ഫുഡും ഇതൊക്കെ മതിയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഇതല്ല ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതും കേട്ടോ. അതല്ല നിങ്ങളൊരു സ്റ്റേൺ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള നമ്മളുടെ ചുറ്റും നോക്കിക്കോളൂ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പുകൾ നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഫാമിലിയിലുള്ളവരും പല എനർജീസ് കാണും. പലരും തേർഡ് പാർട്ടി കണക്ഷനിലുള്ളവർ കാണും. പലരും ജോലി ചെയ്തിട്ട് ആ പൈസ മുഴുവൻ വേറെ ആൾക്ക് കൊടുക്കുന്നു. ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്കും കൊടുക്കുന്നില്ല. ചിലര് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിലും വളരെ ഉത്തരവാദിത്തോടെ മക്കളുടെ വിവാഹം നല്ല ആർഭാടമായിട്ട് നടത്തുന്നു. ഭാര്യയെ കൊണ്ട് കഷ്ടപ്പെടുത്തില്ല. അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന ഭാര്യമാര്, അവരുടെ വീടുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്നാലും അവർക്ക് നാളെ ഫുഡ് എവിടെന്ന്, മേശപ്പുറത്ത് ഫുഡ് എവിടെന്ന് വരും എന്ന ഒരു ചിന്തയില്ല. അതാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാം. അതല്ല, സ്നേഹം വേണം, ഇമോഷൻസ് വേണം, ഇമോഷൻസ് കാണിക്കുന്ന ഒരാളാണ് ആവണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പറ്റില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ സോഡിയാക് സൈൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ അധികം ഇവിടെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് സ്കോർപിയോ ആണ്. സ്കോർപിയോനെ കുറിച്ച് പറയുമ്പോൾ അവരും പൈസ വളരെ കെയർഫുൾ ആയിട്ട് ചെലവായി, ഇഷ്ടംപോലെ സമ്പാദിക്കണം. സമ്പാദിക്കുന്ന പൈസ ആവശ്യത്തിന് ചെലവാക്കണം, അതുണ്ട്. പക്ഷേ ഇവരൊരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എമൗണ്ട്, ഇവര് എന്റെ എമൗണ്ട്, ഇപ്പൊ ഞാൻ സ്കോർപിയോ ആണെങ്കിൽ എന്റെ ഭാര്യ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് സമ്പാദിക്കുന്നു, ആ പൈസ എന്റെ പൈസ ആയിട്ടാണ് ഞാൻ കണക്കാക്കുക. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇതുണ്ട് സ്കോർപിയോയ്ക്ക്. അത് തെറ്റാണോ ശരിയാണോ എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ കുറെ ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ടോ, അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, ചിന്തകളുണ്ട്. അപ്പൊ നമ്മൾ അതുമായിട്ട് കമ്പാറ്റബിൾ അല്ലെങ്കിൽ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ കയറിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആളെ കണ്ട് മനസ്സിലാക്കി പെരുമാറുക കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.